ഹലോ, അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ നോമ്പൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തേത് ഒരു വ്ളോഗാണ്. ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് റെസിപ്പീസും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്കും ചെയ്യാം. നമുക്ക് IPL കണ്ടുകൊണ്ട് റിവാർഡ്സ് ഏൺ ചെയ്യാൻ പറ്റും. lotus365.in നിങ്ങളെ ഒപ്പീനിയൻസ് രേഖപ്പെടുത്തുക. ഇതിൽ ക്രിക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 50-ൽ പരം ചോദ്യങ്ങളുണ്ടാവും. അതിനൊക്കെ ആൻസർ കൊടുക്കുക. പിന്നെ lotus365.in രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 365 രൂപ ഇവർ ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഇതിൽ 24 hours കസ്റ്റമർ സർവീസ് ഉണ്ട്. പിന്നെ ക്രിക്കറ്റ് കൂടാതെ 200-ൽ പരം ഗെയിംസും ഇതിൽ അവൈലബിൾ ആണ്. അതിലൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസസും അവർ തരുന്നുണ്ട്. പിന്നെ 10 മില്യണിലധികം യൂസേഴ്സ് ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് വരുന്നത് നവാസുദ്ദീൻ സിദ്ദീഖ്, ഉർവശി റോട്ടല്ല, സുനിൽ ഷെട്ടി, പിന്നെ നേഹ ശർമ്മ, കാജർ അഗർവാൾ, ഇവരൊക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്യും. ഇവിടെ ഇന്ന് പൊലിച്ചക്ക് നല്ല ഇടിയും മിന്നലും മഴയൊക്കെ ഉണ്ടേനി. അപ്പം ഞാൻ രാവിലെ എണീറ്റ പാടെ തന്നെ ഇങ്ങനെ വെള്ളം ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഇത് നമ്മളെ ബാൽക്കണിയാണ് കേട്ടോ. അപ്പുറത്തെ റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കുഞ്ഞ് ബാൽക്കണിയാണ്, ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. നമുക്കങ്ങനെ പുറത്തേക്കൊന്നും കാണില്ല, എന്നാലും അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുന്നൊരു ടൈപ്പാണ്. പക്ഷെ അതൊന്നും ഞങ്ങൾ യൂസ് ചെയ്യലില്ല. അപ്പം നോയിന് നല്ല ഇഷ്ടമാണ് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ ഞാൻ എണീറ്റപ്പം ഓനും കൂടെ എണീറ്റിട്ട് അവിടേക്ക് ഇങ്ങനെ നോക്കിക്കാൻ കേട്ടോ. അവിടെ കുറേ പ്രാവുകളൊക്കെ വന്നിരിക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ അടുക്കളയിലേക്ക് പോയി നോക്കുക. അപ്പോൾ ഉമ്മ നേരത്തെ തന്നെ എണീറ്റിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഇന്നാളുണ്ടാക്കിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ തീർന്നീനു കേട്ടോ. അപ്പം അമ്മ പുതിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ക്ലീനാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നാൾ കണ്ണച്ചത്തിരി ഉണ്ടാക്കിയപ്പം ഉപ്പക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇന്നും കണ്ണച്ചത്തിരി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ അമ്മ ഇവിടെ കുഴച്ച് ബോൾസാക്കി റെഡിയാക്കി വെച്ചാണ്. പിന്നെ അമ്മ അതിൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ. അത് പരത്തിയിട്ട് ഇങ്ങനെ മടക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിൽക്ക് കോമ്പിനേഷനായിട്ട് അഫ്ഗാനി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഒരു ഒതൻറ്റിക് അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി ഒന്നുമല്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അധികം ഒരു ടേസ്റ്റൊക്കെ വരുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അത്. ഞാൻ കാണിച്ചു തരാം. ആ റെസിപ്പി ഞാനിതിൽ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ ഉള്ളി വേണം. അതെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കി വെച്ചാണ്. പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് മല്ലിയില ഇങ്ങനെയാണ് കേട്ടോ അമ്മ സ്റ്റോർ ചെയ്യൽ. ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട്. അപ്പം കുറേ കാലം നിൽക്കും, നമുക്ക് കുറച്ചും കൂടെ ലൈഫ് കിട്ടും. പ്ലാസ്റ്റിക് കവറിലൊക്കെ കെട്ടി വെക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കി ടിഷ്യൂ വെച്ചിട്ട് വെക്കുന്നതാണ്. കുറേ പേർക്കൊക്കെ അറിയാൻ മതിയാവും ഇങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്കായിട്ട് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ളത് കേട്ടോ. കാരണം ഇതിൽ നമ്മൾ എരിവിനായിട്ട് വേറൊന്നും ചേർക്കണില്ല. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി. 1 കിലോ ചിക്കനാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയണത്. പിന്നെ നമ്മൾ ഉള്ളി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കണേ, പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതേപോലെ അണ്ടിപ്പരിപ്പ് വേണം. അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ആൽമണ്ട്സ് യൂസ് ചെയ്യുക. ഇതിപ്പം വറുത്തിട്ടുള്ളതാണ്, നമ്മളിവിടെ ദേ ഉള്ളേനു. അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഇതും കൂടെ ഇട്ടിട്ട് വേണം നമുക്ക് ആ ഒരു മിക്സ്, ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ചിക്കൻ നമ്മൾ ആദ്യം തന്നെ ഈ മസാലയിൽ കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അങ്ങനെ അത് അമ്മ ചിക്കനൊക്കെ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചേക്കേനു. അപ്പോൾ ഞാനത് എടുത്തു കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. വലിയ പീസസ് മാത്രമേ വരയുന്നുള്ളൂ, ചെറുതൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്കൊക്കെ നല്ലോണം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നല്ല കട്ടിയുള്ള തൈരുണ്ടല്ലോ, അധികം പുളിയില്ലാത്ത, അത് 1 കപ്പോളം വേണം കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തൈരൊക്കെ ചേർക്കുന്ന സമയത്ത് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും. അങ്ങനെ അത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്തില്ലേ, അതിൽ ജീരകം കൂടെ ചേർക്കണം കേട്ടോ. ഞാൻ മറന്നുപോയതേനു. ഒരു ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുക. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഈ ഒരു തൈരിൽക്കായിട്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിപ്പൊടി, ഒരു
1.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുക. അതേപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർക്കുക. പിന്നെ ഗരം മസാലേൻ്റെ പൊടി, അതൊക്കെ നമ്മൾ ആ ഒരു അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് മനസ്സിലാവുമല്ലോ ഇത്ര ചിക്കനിലേക്ക് ഇത്ര പൊടി വേണമെന്ന്. ഞാൻ ഉമ്മനോട് ചോദിക്കാനിട്ട് ചെയ്യുക എത്ര മതിയോ എന്ന്. അപ്പം ഉമ്മ പറഞ്ഞിരുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പൊടികൾ ചേർക്കലുള്ളത്. പിന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഈ തൈരും അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിൽക്കായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൈകൊണ്ടൊന്ന് നല്ല പോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇത് ശരിക്ക് ഒരു 2 മണിക്കൂറൊക്കെ വെക്കണം എന്നാണ്, നല്ലോണം ആ ഒരു മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ തിരക്കുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും വെച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും വെക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ എത്തുള്ളൂ. പിന്നെ ഇവിടെ അമ്മ കണ്ണച്ചത്തിരി ചുട്ടെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സൈഡിൽ നമ്മളെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഓയിലും ബട്ടറും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ്റെ പീസസ് എല്ലാം ഇതിലേക്ക് വെച്ചിട്ട് പൊരിച്ചെടുക്കുക. ഇത് പൊരിക്കുന്നതിൻ്റെ മുന്നായിട്ട് ആ ഒരു മാരിനേഷൻ ചെയ്തില്ലേ, അപ്പം തന്നെ നമ്മളൊരു ചാർക്കോൾ വെച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു സ്മോക്കി ടേസ്റ്റ് വരുമേ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ലേനോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു സൈഡായി കഴിഞ്ഞാൽ മറിച്ചിടുക, അങ്ങനെ എല്ലാതും പൊരിച്ചെടുക്കുക. ഈ ഒരു പാത്രത്തിൽ മാത്രമല്ല കേട്ടോ, ഞാൻ വേറൊരു ഇതിലും പൊരിച്ചെടുത്തിട്ടുണ്ടേനി. കാരണം പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് 2 പാനൊക്കെ വെച്ചിട്ട് ചെയ്തിരുന്നു ഉമ്മൻ്റെ കണ്ണഞ്ചത്തിരി ചുട്ടെടുക്കൽ കഴിഞ്ഞിട്ട്. ശരിക്കും കണ്ണഞ്ചത്തിരി നമ്മൾ ഓയിലിൽ ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. പക്ഷേ ഉപ്പക്ക് കുറച്ചൊരു ഹെൽത്തി ആയിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ചുട്ടെടുക്കുകയാണ്. അതിൽ കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുള്ള ആ സെയിം പാനിൽ തന്നെ ആ ഓയിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ തൈരൊക്കെ കൂടെ ഒഴിച്ചിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തില്ലേ, ആ ഒരു മിക്സ് ഇതിൽക്കായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മല്ലിയിലൻ്റെയും പുതിനൻ്റെയും ഒക്കെ മിക്സ് അതും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് ഒന്ന് കളറ് മാറി വരും, ജസ്റ്റ് കുക്കായി വരുമ്പം ഇതിൻ്റെ കളറ് കുറച്ചൊന്ന് ഡാർക്കൻ ആവാൻ തുടങ്ങും കേട്ടോ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. നല്ലൊരു ടേസ്റ്റ്, ആ ഒരു മസാലേൻ്റെ ടേസ്റ്റൊക്കെ ഒന്നും കൂടെ ചിക്കനിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക. പിന്നെ ഇതിങ്ങനെ കുറുകി വരും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്, വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ നമ്മൾ അവസാനം കുറച്ച് ക്രീമും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴല്ല, ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ. പിന്നെ ഇതാക്കി വെച്ചതിന് ശേഷം കുളിച്ച് ഫ്രഷായി ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നിസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. കുറച്ച് സമയം ഇതൊക്കെ ചെയ്തിട്ട് ഒരു ഇത്തിരി നേരം കിടക്കും, റെസ്റ്റ് എടുക്കലൊക്കെ കഴിയും. പിന്നെ ഇപ്പം നല്ല തിരക്കാണ് കേട്ടോ ഹറമിൽ. അപ്പം നമുക്ക് അങ്ങോട്ട് അടുക്കാനെങ്കിൽ പറ്റലില്ല. കുറച്ച് ദിവസമായി നമ്മൾ ഹറമിൽ പോയിട്ട്, കാരണം ഉംറക്കുള്ളവരെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റലില്ല. പിന്നെ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് അസറെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇനി അടുക്കളയ്ക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് സ്നാക്സ് ഒന്നും ആക്കണില്ല വിചാരിച്ച്, അതിന് പകരം ചിക്കൻ സ്റ്റേക്ക് ചെയ്യാമെന്നാണ് കേട്ടോ പ്ലാൻ ആക്കിയിട്ടുള്ളത്. ഇവിടെ ഉപ്പൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു രസമാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ സ്റ്റേക്ക് കഴിച്ചിട്ടുള്ള കാര്യം, നാട്ടിൽ നിന്ന് ഇങ്ങനെ കഴിക്കുന്ന കാര്യമൊക്കെ ഇപ്പനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞതിന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാഷ്ഡ് പൊട്ടാറ്റോ റെഡിയാക്കാൻ ഞാൻ ഒരു 2 വലിയ പൊട്ടാറ്റോ എടുത്തിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ഈസി. ഇതാവുമ്പം നമ്മൾ ആദ്യം ഈ മാഷ്ഡ് പൊട്ടാറ്റോക്ക് ഉള്ളത് റെഡിയാക്കണം, പിന്നെ സ്റ്റേക്കിനുള്ളത് വേണം, അതിന് ശേഷം സോസിനുള്ളത്, അങ്ങനെ കുറേ പണിയാണ്. എന്നാലും ടേസ്റ്റാണല്ലോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പൊട്ടാറ്റോ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സോട്ടഡ് വെജിറ്റബിൾസ് ഉണ്ടാവുമല്ലോ ഇതിൻ്റെ കൂടെയായിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രൊക്കോളി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അത് കുറച്ചൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഫുള്ളൊന്നും എടുക്കണില്ല, നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പീസസ് മാത്രം എടുക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ സ്റ്റേക്കിൻ്റെ കൂടെ വരുന്ന വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ബ്രൊക്കോളി പിന്നെ സുക്കീനിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ല ടേസ്റ്റാണ്. സുക്കീനി ഒന്നും ഇവിടെ ഇല്ലേനി കേട്ടോ, അതുകൊണ്ട് ഞാൻ ബ്രൊക്കോളിയും ക്യാരറ്റും പിന്നെ കുറച്ച് പൊട്ടാറ്റോ അങ്ങനെയാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഇത്തിരി സുർക്കയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നത് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് അങ്ങനെ നിൽക്കട്ടെ. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. അതൊന്നിങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇത് ഫുള്ളൊന്നും ഒരാൾക്ക് കഴിക്കാൻ കഴിയില്ല. ഒരു ബ്രസ്റ്റ് പീസ് മുഴുവനൊന്നും ചിലപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ കഴിഞ്ഞ് വരില്ല, അങ്ങനെ ആകുമ്പോൾ വേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ ഞാൻ 1നെ 2 അങ്ങനെ കട്ട് ചെയ്തെടുത്തേന് കേട്ടോ. പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി കോയിലൊക്കെ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, സത്യം പറഞ്ഞാൽ അത് മറന്നുപോയതാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഭാഗം ഒരു
ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേണ്. പിന്നെ അതിൽ തന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ പൊടിയും അതേപോലെ പാപ്രിക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത്തിരി ഉപ്പും കൂടെ ഇടുക. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ, ബ്രസ്റ്റ് പീസുകൾ, അതിങ്ങനെ ഓരോന്നായിട്ടിട്ടിട്ട് ഈ ഒരു ഇതിൽ കോട്ട് ചെയ്തെടുക്കുക. ഒന്നിങ്ങനെ മുക്കിയെടുത്തിട്ട് പിന്നെ മാറ്റി വെക്കുക. പിന്നെ അടുത്തതും ഇതേപോലെ തന്നെ ചെയ്യാം. ഇനി ആ എരിവും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കിന് ഇതാ പൊട്ടേറ്റോ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ പണ്ട് ഇവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് തരികയാണ് കേട്ടോ. ഇപ്പോൾ പൊട്ടേറ്റോൻ്റെ ചൂടൊക്കെ കുറച്ചൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് തീരെ കട്ടില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോലെ മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് പീലർ വെച്ചിട്ട് ഇങ്ങനെ പീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുമേ. പിന്നെ ഞാനിതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ്റെ പീസസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ഓൾറെഡി ഓയിൽ ആക്കിക്കുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഓയിലും ചിക്കനിലുള്ള വെള്ളം ഒക്കെ കൂടെ ഇറങ്ങി വരും. പിന്നെ ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഞാനിപ്പം ഇഡ്ഡലി തട്ടിൽ ആക്കിയിട്ട് വെച്ച് കൊടുത്തേണ്. അപ്പുറത്തെ അടുപ്പിൽ ഞാനിതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് ആക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ആദ്യം ബട്ടർ ഇട്ട് കൊടുത്ത് പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ആക്കിയെടുക്കാനുണ്ട്. അതൊന്നും ഓർമ്മയില്ലാതെ ഞാൻ നേരെ ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെയാണ് അത് ഒഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മയായത് എന്താപ്പോൾ കാട്ടിയത്, ക്രീമല്ലല്ലോ പൊയ്ക്കേണ്ടതെന്ന്. അങ്ങനെ ഞാനത് വേറൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റിക്കൊടുത്ത്. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഇതാണ് കേട്ടോ, ചിലപ്പം എല്ലാം കൂടെ ഇങ്ങനെ തലകുത്തി വരും. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്തേണ്. എന്നിട്ട് ഇത്തിരി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. വെളുത്തുള്ളിൻ്റെ കളറൊന്നും മാറരുത് കേട്ടോ, നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ കളർ മാറിക്കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഒരു വെളുത്തുള്ളിൻ്റെ കുത്തൽ വരും. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ അടുത്തത് ചേർക്കുക. ഞാനിപ്പോൾ കുറച്ച് ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതിട്ട് കൊടുത്തിന്. അങ്ങനെ അതൊന്ന് വാടിക്കഴിഞ്ഞാൽ ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ക്രീം ഉണ്ടല്ലോ നേരത്തെ, അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. മൈദ ആ ഒരു ബട്ടറിലൊക്കെ കിടന്ന് ഒന്നിങ്ങനെ മൂത്തതിന് ശേഷം വേണം ഈ ക്രീം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സോസ് തിക്കായി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കുക. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു തിക്നെസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്ര പാൽ വേണോ അത്രയും ഒഴിച്ച് കൊടുക്കുക. പിന്നൊരു കാര്യം, ഇത് വെച്ചുകൊണ്ടിരിക്കും തോറും സോസ് കട്ടിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്തിരി ലൂസ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല, കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും പാസ്ത സീസണിങ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. എൻ്റെ അടുത്തില്ല, ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഇത്ര മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒറിഗാനോയും പാസ്ലിയും അങ്ങനത്തെ ഹെർബ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡ്രൈഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനത് മിക്സ് ആക്കിയതിന് ശേഷം ആ ഒരു സോസ് ഞാനിതൊന്ന് എടുത്ത് മാറ്റി. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടേറ്റോ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് കുറച്ച് ബട്ടറും ഇത്തിരി ക്രീമും കൂടെ ചേർക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്നിങ്ങനെ ഉടച്ചെടുക്കുക. അതിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഉടച്ചെടുക്കുക. പിന്നെ ഇതിൽക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ആ ഒരു സെയിം പാനിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിന്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ ചിക്കൻ്റെ സാധനങ്ങളൊക്കെ ഈ ഒരു പാനിലുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വേറൊന്നും ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടെ ഒന്നിങ്ങനെ മിക്സാക്കി കൊടുത്തേണ്. പിന്നെ ഇനി ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഓരോ പ്ലേറ്റിലേക്കും ഇങ്ങനെ വെച്ച് കൊടുത്തേന് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനെ ഈ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിങ്ങനെ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, ആ ഒരു സ്റ്റൈലിൽ തന്നെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഈ സ്റ്റീംഡ് വെജിറ്റബിൾസ് അതൊക്കെ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി മാഷ് ചെയ്തിട്ടുള്ള പൊട്ടറ്റോയും വെക്കുക. ശരിക്കും ഇതിലേക്ക് ഗാർലിക് ബ്രെഡ് പോലൊരു ബ്രെഡ് വരുമല്ലോ സൈഡിൽ, അതും കൂടെ ആക്കണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വൈറ്റ് സോസ് ഇതിൻ്റെ മേലക്കായിട്ട് ചിക്കൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് വൈറ്റ് സോസാണ് കേട്ടോ കുറച്ചും കൂടെ ഇഷ്ടം. ആ ഒരു ബ്രൗൺ കളറുള്ള സോസിനേക്കാളും ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റേക്ക് ഇതാ റെഡി ആയിക്കണം കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ലേനോ, കാര്യമായിട്ട് അധികമൊന്നും ഇല്ലേനോ. ഈ ഒരു ചിക്കൻ സ്റ്റേക്കും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ ജ്യൂസും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ അഫ്ഗാനി ചിക്കൻ എടുത്തിട്ടുണ്ടായത്. അങ്ങനെ അഫ്ഗാനി ചിക്കനിൻ്റെ മേലെ കുറച്ച് ക്രീം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാക്കിയിട്ട് വേണം സെർവ് ചെയ്യാൻ. നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരിക. പിന്നെ കുറച്ച് മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി നീളത്തിലരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകിൻ്റെ പീസസും. എന്തും നമ്മളിങ്ങനെ നല്ല ഭംഗിയിൽ സെർവ് ചെയ്യുമ്പോഴാണല്ലോ കഴിക്കാൻ ടേസ്റ്റ് കൂടുക. അപ്പോൾ ഞാനിതാ ഇതേപോലെ ആക്കിയിട്ട് ടേബിളിൽ കൊണ്ടുവെക്കാണ് കേട്ടോ. പിന്നെ ഇതാ കണ്ണഞ്ചത്തിരിയും കൊണ്ടുവച്ചാണ്. കാണുമ്പോൾ നല്ല അടിച്ചിട്ടുള്ള പൊറാട്ട ഉണ്ടല്ലോ, ആ ഒരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഇതിലേക്ക് നാനും ഈ ഒരു കണ്ണഞ്ചത്തിരിയും ഒക്കെ നല്ല കോംബോ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതേപോലെ ഇന്ന് കാണിച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്